ഇന്നലെ നാടകീയ സംഭവങ്ങൾ നടന്ന എറണാകുളം കൂത്താട്ടുകുളത്ത് ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്? സംഘർഷത്തിൽ ചികിത്സയിലുള്ള കൗൺസിലർ കലാരാജു ഉടൻ മജിസ്ട്രേറ്റിന് രഹസ്യമൊഴി നൽകും. പ്രധാനപ്പെട്ട കാര്യം CPIM നേതാക്കൾക്കെതിരെ പോലീസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിട്ടുണ്ട് എന്നതാണ്. കലാരാജുവിനെ വാഹനത്തിൽ നിന്ന് വലിച്ചിറക്കി മർദ്ദിച്ചു എന്ന FIR-ൽ പറയുന്നു. ദേഹോപദ്രവം ഏൽപ്പിച്ച ശേഷം നഗരസഭാ ചെയർപേഴ്സന്റെ കാറിൽ തട്ടിക്കൊണ്ടുപോയെന്നും FIR-ൽ ചൂണ്ടിക്കാട്ടുന്നു. എന്നാൽ കലാരാജുവിനെ തട്ടിക്കൊണ്ടുപോയത് കോൺഗ്രസ് ആണെന്നാണ് CPIM പറയുന്നത്. കേസിൽ പ്രതിയായ ഏരിയ സെക്രട്ടറി PB രതീഷാണ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. കലാരാജുവിന് പ്രാഥമിക ചികിത്സ നൽകുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഫേസ്ബുക്ക് പോസ്റ്റിലുണ്ട്. സൈഫുനിസ അലിയാർ നമുക്ക് എത്തുന്നു. ഗുഡ് മോർണിംഗ് സൈഫുനിസ അലിയാർ. ഞായറാഴ്ചയാണ്, രാവിലെയൊക്കെ വന്നതിന്റെ ഒരു ബുദ്ധിമുട്ടൊക്കെ മാറിയോ? ഉഷാറായോ? തീർച്ചയായും ഇപ്പൊ കുറച്ചുകൂടെ ഉഷാറായി. ഒന്ന് മഴ പെയ്തു ഇവിടെ, അപ്പോൾ ഒന്ന് തണുപ്പൊക്കെ ആയപ്പോൾ ഒന്ന് റിഫ്രഷ് ആയി നമ്മള്. അതെ, ഒന്ന് ചില്ലായി. അത് കണ്ടോ? രാവിലെ വന്ന് നിന്നതിനേക്കാൾ കുറച്ചുകൂടെ ഉഷാറായിട്ടുണ്ട്. ഞാൻ അതാണ് ചോദിച്ചത്. സൈഫു ശരിക്കും ഈ സൈഫു ശരിക്കും ഈ കൂത്താട്ടുകുളത്ത് അതാണ് ഈ ഉഷാർ, നമ്മൾ ഫുൾ പവറിൽ നിൽക്കണം. സൈഫു ശരിക്കും ഈ കലാരാജുവിനെ തട്ടിക്കൊണ്ടുപോയത് ആരാ? അത് തന്നെ ഒരു ചോദ്യചിഹ്നമാണ്. കലാരാജുവും കലാരാജുവിന്റെ കുടുംബവും പറയുന്നത് CPM ആണ് തട്ടിക്കൊണ്ടുപോയതെന്ന്, കോൺഗ്രസും ഇത് തന്നെ പറയുന്നു. പക്ഷേ CPM പറയുന്നത് കോൺഗ്രസ് ആണ് എന്നാണ്. നിലവിൽ എന്തായാലും കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് CPM നേതാക്കൾക്കെതിരെയാണ്. CPM ഏരിയ സെക്രട്ടറിക്കും ഒപ്പം തന്നെ ഇവരുടെ തന്നെ ചെയർപേഴ്സണും വൈസ് ചെയർമാനും ഒക്കെയാണ്, ലോക്കൽ സെക്രട്ടറിക്കും കൗൺസിലർക്കും ഒക്കെ എതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. അതുപോലെ കണ്ടാൽ അറിയാവുന്ന 45ഓളം പേർക്കെതിരെ, മൊത്തം 50 പേർക്കെതിരെ കേസെടുത്തിരിക്കുന്നതിൽ എല്ലാം തന്നെ CPM പ്രവർത്തകരാണ്, CPM നേതാക്കളാണ്. നഗരസഭ ചെയർമാനും വൈസ് ചെയർമാനും ഒക്കെയാണ് കേസെടുത്തിരിക്കുന്നത്. കലാരാജു ഇപ്പോൾ ചികിത്സയിലുള്ള കടവന്ത്ര ഇന്ദിരാഗാന്ധി ആശുപത്രിയിലാണ് ഞാനുള്ളത്. ഇവിടെ ഇപ്പോൾ ചികിത്സയിൽ തുടരുകയാണ്. നിലവിൽ പ്രതികരിക്കാൻ കലാരാജു തയ്യാറാകുന്നില്ല. കലാരാജുവിനെ ഇന്നലെ തട്ടിക്കൊണ്ടുപോകുന്നതും ഒപ്പം തന്നെ അതിനെ തുടർന്നുള്ള സംഭവവികാസങ്ങളിൽ തന്നെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. അത് മക്കളുടെ പരാതിയിലാണ് കേസെടുത്തിരിക്കുന്നത്. 50 പേർക്കെതിരെ നേരത്തെ പറഞ്ഞതുപോലെ അതിൽ പ്രധാനമായും പറയുന്നത് വാഹനത്തിൽ നിന്ന് വലിച്ചിറക്കി കലാരാജുവിനെ മർദ്ദിച്ചു. ഈ കണ്ടാലറിയാവുന്ന 50ഓളം പേർ മർദ്ദിച്ചു എന്നും ദേഹോപദ്രവം ഏൽപ്പിച്ച ശേഷം ചെയർപേഴ്സന്റെ കാറിൽ തട്ടിക്കൊണ്ടുപോയി എന്നുമാണ്. അതായത് കലാരാജു നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, ചെയർപേഴ്സന്റെ കാറിൽ തട്ടിക്കൊണ്ടുപോയി കാല് പുറത്തേക്കാണെന്ന് പറഞ്ഞപ്പോൾ കാല് വെട്ടി കയ്യിൽ തന്നേക്കാം അവിടെ എത്തുമ്പോഴേക്കും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി എന്നുള്ള ഒരു ഗുരുതരമായ ആരോപണങ്ങളൊക്കെ ആയിരുന്നു കലാരാജു ഇന്നലെ ആവർത്തിച്ചിരുന്നത്. അത് തന്നെ ഇന്നും ആവർത്തിക്കുമ്പോൾ നമുക്ക് കണ്ടറിയണം. ഇന്നലെ രാത്രി മാത്തിക്കുഴൽനാടൻ MLA-യുടെ കാറിലാണ് കലാരാജുവിനെ ഇവിടെ കടവന്ത്ര ഇന്ദിരാഗാന്ധി ആശുപത്രിയിൽ കൊണ്ടുവന്ന് ചികിത്സയിൽ ഉള്ളത്. നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് CPM-ന്റെ ഭാഗത്തു നിന്നും ഒരു വിശദീകരണം വന്നിട്ടുണ്ട്. അത് ഈ കേസിലെ 1-ാം പ്രതി കൂടിയായ ഏരിയ സെക്രട്ടറി PB രതീഷാണ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വിശദീകരിച്ചിരിക്കുന്നത്. അതായത് കോൺഗ്രസ് രതീഷ് ഇങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുമ്പോൾ അതായത് അതിൽ കാണിച്ചിരിക്കുന്ന ദൃശ്യം അത് എവിടെയാണ്? കലാരാജു ഉള്ള ഒരു ദൃശ്യം, അത് എവിടെ നിന്ന് ഷൂട്ട് ചെയ്തതാണ് എന്നുള്ളത് അറിയില്ല. എന്തായാലും അതിൽ അവർ വളരെ കംഫർട്ടബിളായി നിൽക്കുന്നു. അവരുടെ BP ചെക്ക് ചെയ്യുന്ന ഒരു അപ്പാരറ്റസും ഒക്കെ കാണാം. അതിൽ ആ പ്രാഥമിക ചികിത്സ നൽകുന്നതായിട്ടുള്ള ആ പശ്ചാത്തലം എവിടെയാണ് എന്നുള്ളത് അറിയണം. കോൺഗ്രസിന്റെ ആക്രമണത്തിൽ പരിക്ക് പറ്റിയവർക്ക് ചികിത്സ നൽകാനും ശ്രദ്ധിച്ചിട്ടുണ്ട്. കലാരാജുവിന് ആവശ്യമായ വൈദ്യ ശുശ്രൂഷ ഉറപ്പുവരുത്താൻ കഴിഞ്ഞു. കലാരാജു എങ്ങനെയാണ് അവിടേക്ക് പോയത്? അവിശ്വാസ പ്രമേയത്തിൽ നിന്ന് വിട്ടുനിൽക്കുക എന്ന LDF തീരുമാനത്തിന്റെ ഭാഗമായാണ് കൗൺസിലർമാർ പാർട്ടി ഏരിയ കമ്മിറ്റി ഓഫീസിൽ കേന്ദ്രീകരിച്ചത്. സൗഹാർദ്ദപരമായ അന്തരീക്ഷത്തിലാണ് ഒരു പകൽ സഖാക്കൾ ഇവിടെ തങ്ങിയത്. മാത്രമല്ല വൈകിട്ട് 4:30 എല്ലാ കൗൺസിലർമാരും പിരിയുകയും കലാരാജുവിനെ വീട്ടിലെത്തിക്കുകയും ചെയ്തു. അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ മത്സരിച്ച് വിജയിച്ച കലാരാജു കൂറുമാറാൻ തീരുമാനിച്ചിരുന്നു എന്നതാണ് സൈഫുനിസ രതീഷിന്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് കൂടി കാണുമ്പോൾ ആദ്യം അറിയേണ്ടത്. കലാരാജു തിരിച്ചു പോകുന്നത് മാത്തിക്കുഴൽനാടന് ഒപ്പമാണ്. അവിടെ പ്രതിഷേധവുമായി കോൺഗ്രസ് എത്തുന്നു. അവിശ്വാസ പ്രമേയത്തിൽ കലാരാജു പങ്കെടുക്കുന്നതിനായി 10:20 കൂത്താട്ടുകുളം നഗരസഭയിലേക്ക് എത്തുകയും ചെയ്തതാണല്ലേ? നാടകീയമാണ് മൊത്തത്തിൽ. അതെ അതെ, ഈ അവിശ്വാസ വോട്ടെടുപ്പിൽ പങ്കെടുക്കാനായി അവിടെ എത്തിയതാണ്. അവിടെ നിന്നാണ് ഈ തട്ടിക്കൊണ്ടുപോകലും ഈ സംഭവവികാസങ്ങളും സംഘർഷവും എല്ലാം തന്നെ ഉണ്ടാകുന്നത്. അതായത് CPM-ന്റെ കൗൺസിലർ കൂടിയായ കലാരാജുവിന്, അതായത് CPM-ന് അവിശ്വാസ വോട്ടെടുപ്പിൽ CPM-നെതിരെ വോട്ട് ചെയ്യുമെന്ന് ഭയന്ന് CPM പ്രവർത്തകർ തട്ടിക്കൊണ്ടുപോയ കലാരാജുവിന് അവസാനം കോൺഗ്രസ് ആണ് അഭയം നൽകിയിരിക്കുന്നത്. കോൺഗ്രസിന്റെ തന്നെ നിയന്ത്രണത്തിലുള്ള കടവന്ത്ര ഇന്ദിരാഗാന്ധി ആശുപത്രിയിലാണ് ഇപ്പോൾ കലാരാജു ചികിത്സയിലുള്ളത്. ഈ കേസെടുത്തിരിക്കുന്നത് മുഴുവൻ CPM പ്രവർത്തകർക്കും നേതാക്കൾക്കും
പ്രവർത്തനങ്ങൾക്കുമെതിരെയൊക്കെയാണ്. അപ്പോൾ അതിൽ തട്ടിക്കൊണ്ടുപോകലിനും ഈ സംഘം ചേർന്നതിനും ദേഹോപദ്രവം ഏൽപ്പിച്ചതിനൊക്കെയാണ് കേസെടുത്തിരിക്കുന്നത്. അതിൻ്റെ കേസെടുത്തതിന് പിന്നാലെയാണ് ഇപ്പോൾ പി ബി രതീഷ് ഇങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. അതായത് കൂറുമാറാൻ ഒരു സാധ്യതയുണ്ടായിരുന്ന, അല്ലെങ്കിൽ കൂറുമാറാനിരുന്ന ആൾ തന്നെയാണ് കലാരാജു എന്ന് പറയുന്നത്. ഇതിൽ കലാരാജുവിനെ തള്ളിക്കൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ്. ഒപ്പം തന്നെ ഈ വൈദ്യസഹായം നൽകിയെന്ന് പറയുന്നത് ഇവർ ഇന്നലെ കൊണ്ടുപോയ സ്ഥലമാണ് എന്നാണ് മനസ്സിലാകുന്നത്. പക്ഷെ അതെവിടെയാണെന്ന് ഇതിൽ പറയുന്നില്ല കൃത്യമായി. പക്ഷെ വൈദ്യസഹായം നൽകുന്നുണ്ട്. കലാരാജു അങ്ങനെ ഒരു തട്ടിക്കൊണ്ടുപോയ ഒരു അവർ അവകാശപ്പെടുന്നത് അത് ഏരിയ കമ്മിറ്റി ഓഫീസാണോ എന്നുള്ളത് നമുക്ക് ഒന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അവിശ്വാസ പ്രമേയത്തിൽ നിന്ന് വിട്ടുനിൽക്കുക എന്ന LDF തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് കൗൺസിലർമാർ പാർട്ടി ഏരിയ കമ്മിറ്റി ഓഫീസിൽ കേന്ദ്രീകരിച്ചത്. വളരെ സൗഹാർദ്ദപരമായ അന്തരീക്ഷത്തിലാണ് ഒരു പകൽ സഖാക്കൾ ഇവിടെ തങ്ങിയത്. അതായത് 10:15 അവിടെ നിന്ന് 10:20 അവിടെ നിന്ന് നഗരസഭയിൽ നിന്ന് തിരിച്ചു പോകുന്ന കലാരാജു, ഒപ്പം ഈ രതീഷ് അവകാശപ്പെടുന്നത് പോലെയാണെങ്കിൽ ബാക്കിയുള്ള CPIMന്റെ LDFന്റെ കൗൺസിലർമാർ എല്ലാവരും അവിടെ നിന്ന് വിട്ടുനിൽക്കുകയായിരുന്നു. അതൊരു പൊതു തീരുമാനമായിരുന്നു എന്നതാണ് വിശദീകരിക്കുന്നത്. മാത്രമല്ല ഏരിയ കമ്മിറ്റി ഓഫീസിലാണ് കലാരാജു ഉണ്ടായിരുന്നത് എന്നത് ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ കൃത്യമായി പറയുന്നുണ്ട് PB രതീഷ്. അത് കലാരാജുവിൽ നിന്ന് നമുക്കൊന്ന് കൺഫേം ചെയ്യണം. സൈഫുനിസ എവിടെയായിരുന്നു? 4:30 വരെ ഏരിയ കമ്മിറ്റി ഓഫീസിൽ തന്നെ ഉണ്ടായിരുന്നു. അവിടെ എല്ലാവരും ചേർന്നിരുന്ന് സൗഹാർദ്ദപരമായ ഒരു അന്തരീക്ഷമായിരുന്നു ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് പോലെ. അതിനടക്കമുള്ള വിവരങ്ങൾ കൂടി നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. സൈഫുനിസ. ഈ കലാരാജുവിൻ്റെ ഇപ്പോഴത്തെ പരാതിയിൽ പറയുന്നത് CPM നേതാക്കൾക്കും ഒപ്പം തന്നെ പ്രവർത്തകർക്കുമെതിരെയാണ് ഈ പരാതി പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നലെ ഈ കാര്യത്തിൽ കലാരാജു ആരോപിച്ചിരുന്നതും ഈ CPM നേതാക്കൾ തട്ടിക്കൊണ്ടുപോയ മക്കളുടെ പരാതിയും അതുതന്നെയായിരുന്നു. അപ്പോൾ ആ പരാതിയിന്മേലാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. അതുകൊണ്ട് കലാരാജു തന്നെ വിശദീകരിക്കണം ഇന്നലെ എവിടെയായിരുന്നു. ഈ CPMന്റെ എല്ലാവരുടെയും പൊതുവായ ഒരു തീരുമാനത്തിൻ്റെ പുറത്താണോ കലാരാജുവും CPM ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് പോയത്, അതെയോ തട്ടിക്കൊണ്ടുപോയത് തന്നെയാണോ എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇന്നലെ കലാരാജു പറഞ്ഞത് തട്ടിക്കൊണ്ടുപോയതാണ് എന്നാണ്. പക്ഷേ ഇന്നും കൂടുതൽ വിശദീകരണങ്ങൾ അല്ലെങ്കിൽ പ്രതികരണങ്ങൾ വേണം. എന്തായാലും രാവിലെ ഇക്കാര്യത്തിൽ നമുക്കൊരു കമന്റ് കൂടി പറഞ്ഞ് നമുക്ക് കലാരാജുവിന്റെ പ്രതികരണത്തിലേക്കൊക്കെ പോകണം. സൈഫുനിസ ഇത് പറയുമ്പോൾ ഒരു കമന്റ് വന്നിട്ടുണ്ട്. ഞങ്ങളുടെ കൗൺസിലറെ ഞങ്ങൾ തട്ടിക്കൊണ്ടുപോയാൽ നിങ്ങൾക്ക് എന്താ മാപ്രകളെ എന്ന് ഉബൈദുള്ള കളിയാക്കിയിട്ടതാണ്. ഉബൈദുള്ള പാർട്ടിക്കാരനാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതായാലും CPIM നേതാക്കൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. കൂടുതൽ പ്രതികരണങ്ങൾ വരുന്ന വിഷയമാണ്. എന്താണ് കൂത്താട്ടുകുളത്ത് സംഭവിച്ചത്? അതിന്റെ അകവും പുറവും ചെയ്യാൻ നമ്മൾ സൈഫുനിസയുടെ നേതൃത്വത്തിൽ ഒരു സംഘത്തെ കൂത്താട്ടുകുളത്തേക്ക് അങ്ങ് വിടുകയാണ്. അപ്പോൾ സൈഫുനിസ ഓപ്പറേഷൻ കൂത്താട്ടുകുളം തുടങ്ങുകയല്ലേ? തീർച്ചയായും ഇന്നലെ തുടങ്ങി അർജുൻ മട്ടന്നൂർ തുടങ്ങി വെച്ചിട്ടുണ്ട്. പിന്നാലെ പിടിക്കാം. അർജുൻ തുടങ്ങി ആ ബാറ്റൺ ഇന്ന് സൈഫുനിസ ഏറ്റെടുക്കുന്നു. കൂത്താട്ടുകുളത്തു നിന്നുള്ള കൂടുതൽ അപ്ഡേറ്റുകൾക്കായി വീണ്ടും എത്താം.